ഞാൻ പുന്നപ്രയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും വില കുതിച്ചുയർന്ന് LDF വരും എല്ലാം ശരിയാക്കും എന്നും പറഞ്ഞ് നമുക്ക് ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് അവർ ഭരണത്തിൽ വന്നു. എന്താണ് ഇപ്പോൾ എന്ന് വെച്ചാൽ 100 രൂപ നമ്മൾ ലാൻഡ് ടാക്സ് അടച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 1200-ഉം 3000 രൂപയും അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷനോട്ടായി. നമ്മുടെ ഏറ്റവും സാധാരണപ്പെട്ടവരുടെ ജനങ്ങൾക്കുണ്ടായിട്ടായ നമ്മുടെ സപ്ലൈക്കോയിൽ ഒരു സാധനങ്ങളും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. എന്തിനേറെ വിശേഷിക്കുന്നു, കോവിഡ് കാലത്ത് പോലും സാലറി കറക്റ്റായിട്ട് ജോലി ചെയ്യാതെ പോലും സാലറി നമ്മുടെ പോക്കറ്റിൽ വീണുകൊണ്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ കഴിഞ്ഞ മാസം ശമ്പളം നിഷേധിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആലപ്പുഴയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖല ഉള്ള ഒരു ഭാഗമാണ്. തീരദേശ മത്സ്യത്തൊഴിലാളികളെ ഓരോ പ്രാവശ്യം വരുന്ന സർക്കാരുകൾ ഓരോ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ലാതെ ആ വിജയിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഏരിയയിലോട്ട് പോലും അവർ തിരിഞ്ഞു നോക്കാറില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് തൊഴിലോ വീടോ എന്നിങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഇന്നും എത്തിച്ചെല്ലാൻ പറ്റാത്ത കുറേ മേഖലകൾ ഈ കേരളത്തിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഈ ജനവിഭാഗത്തിന് വേണ്ടി ഓരോ വർഷവും 1650 കോടിയോളം രൂപ കേരളത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ ജനവിഭാഗത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത് എന്താണ്? കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത് ഈ ഫണ്ടുകളെല്ലാം വകമാറ്റി മറ്റ് വികസനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള ഒരു നടപടിയിലൂടെയാണ് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ജനവിഭാഗത്തിന് ഒരു നേട്ടവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാറില്ല. ഈ SC/ST വിഭാഗത്തിന് അവരുടെ കോട്ടകൾ, അവർക്ക് അനുവദിച്ചിട്ടുള്ള തുകകൾ യഥാർത്ഥ ഗുണഭോക്താക്കൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നയ സമീപനം ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നീർക്കുന്നം പ്രദേശത്ത് SC സമുദായക്കാരെ കൂടുതൽ ആയി താമസിക്കുന്ന ഒരു ഭാഗത്ത് ഈ മാസം തന്നെ 2 യുവജനങ്ങളാണ് മരണപ്പെട്ടത്. ഹാർട്ട് സംബന്ധമായ അസുഖം മൂലം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഈ പറഞ്ഞ വ്യക്തികളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ. പക്ഷേ ആ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള വഴി മാർഗം പോലും ഇല്ലാതെ ആ 2 ജീവനുകൾ പൊലിയുകയാണ് ഉണ്ടായത്.